ഇത് മെഴ്സിഡീസ് ബെൻസിൻ്റെ ML250 മോഡൽ വെഹിക്കിളാണ്. ഈ വെഹിക്കിളിന് റിവേഴ്സ് ക്യാമറ ഇല്ല. പിന്നെ അതുപോലെ തന്നെ നോർമൽ ഹെഡ് യൂണിറ്റ് ആണ്. അപ്പോൾ അതിന് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും വേണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നോർമലി പ്രീമിയം സെഗ്മെൻ്റ് ആണെങ്കിലും നോർമൽ കാർസ് ആണെങ്കിലും എല്ലാവരും ചെയ്യുന്നത് ഇതിൻ്റെ ഹെഡ് യൂണിറ്റെല്ലാം റീപ്ലേസ് ചെയ്തിട്ട് ആൻഡ്രോയിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഈ വെഹിക്കിളിൽ നമ്മളെന്ത് ചെയ്യുന്നത്, ഈ ഹെഡ് യൂണിറ്റ് ഒന്നും റീപ്ലേസ് ചെയ്യുന്നില്ല. പുതിയൊരു ടെക്നോളജി വന്നിട്ടുള്ള എല്ലാ പ്രീമിയം സെഗ്മെൻറ്റ് വെഹിക്കിളിലും ഇൻസ്റ്റാൾ ചെയ്യാൻ പാകത്തിലുള്ള ഒരു ഹെഡ് യൂണിറ്റാണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ആപ്പിൾ കാർപ്ലേ ഉണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്, പിന്നെ അതുപോലെ റിവേഴ്സ് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഫങ്ഷനുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് ഈ വെഹിക്കിളിൽ ചെയ്യാൻ പോകുന്നത്. നോർമലി ചെയ്യുന്ന ഹെഡ് യൂണിറ്റ് റീപ്ലേസ്മെൻറ്റിനേക്കാളും കോസ്റ്റ് കൂടുതലാണ്. പക്ഷെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റോക്ക് കണ്ടീഷനിലുള്ള ഹെഡ് യൂണിറ്റോ അതിൻ്റെ ആംപ്ലിഫയേഴ്സോ ഒന്നും റീപ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വരുന്നൊരു മൊഡ്യൂൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്യുക, പിന്നെ അതുപോലെ അതിൻ്റെ വയറിങ്സ് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഒരു ആക്ടിവേഷൻ സോഫ്റ്റ്വെയർ മാത്രം ചെയ്താൽ മതി. ഇതാണ് ആ ഇൻസ്റ്റാളേഷൻ കിറ്റിൻ്റെ ബോക്സ്. ഇത് ഇൻ്റഗ്രേറ്റഡ് ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യു എസ് ബേസ്ഡ് കമ്പനിയാണിത് പുറത്തിറക്കുന്നത്. ഇത് IMI 1000 എന്നാണ് ഈ മോഡൽ നെയിം ഈ ഡിവൈസിൻ്റെ. ഇത് ഓരോ വെഹിക്കിളിനും അതിൻ്റേതായ ചേസിസ് നമ്പർ അഗെയിൻസ്റ്റാണ് ഇത് ഓർഡർ ചെയ്യേണ്ടത്. ചേസിസ് നമ്പർ അഗെയിൻസ്റ്റ് ഓർഡർ ചെയ്താൽ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാംസ്, അതിൻ്റെ സോഫ്റ്റ്വെയർസ് എല്ലാം അവിടെ നിന്ന് അവൈലബിൾ ആണ്. അതെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ ഇത് യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ യൂസ് ചെയ്യുന്നത് വയേർഡ് അല്ല, വയർലെസ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം. ബ്ലൂടൂത്ത് ത്രൂ കണക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ മിറർ ലിങ്കിങ് ഇതിൻ്റെ ഹെഡ് യൂണിറ്റിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതുവഴി ഉപയോഗിക്കാം. ഈ ഒരു ഡിവൈസ് പ്രീമിയം സെഗ്മെൻറ്റ് എല്ലാ വെഹിക്കിളിലും അവൈലബിൾ ആണ്. മെഴ്സിഡീസ് ബെൻസിൽ, പിന്നെ അതുപോലെ BMW, ഓഡി, വോൾവോ ഈ മോഡൽ എല്ലാ വെഹിക്കിളിലും അവൈലബിൾ ആണ്. ഇപ്പോൾ ഇറങ്ങുന്ന ന്യൂ മോഡൽ വെഹിക്കിൾസിനൊന്നും ആവശ്യമില്ല. എന്നല്ല ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ ഇതൊന്നും സിസ്റ്റം ഒന്നും ഇല്ലാത്ത വെഹിക്കിൾസിന് ഇത് നല്ല യൂസ്ഫുള്ളാണ്. ഈ ഒരു സിസ്റ്റം മാത്രം മതി, ഹെഡ് യൂണിറ്റ് ഒന്നും റീപ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഒരു കണ്ടീഷനിൽ തന്നെ നമുക്ക് ആ ഡാഷ്ബോർഡ് ഇരിക്കുന്നതായിരിക്കും. ഈ ബോക്സിൻ്റെ അകത്ത് ഇതിൽ ഫുൾ വയറിംഗ് കിറ്റ് അവൈലബിൾ ആണ് വിത്ത് മൊഡ്യൂൾ. അപ്പോൾ ഇതിൽ കൂടുതലും ഇതിൻ്റെ ലൈൻ കമ്മ്യൂണിക്കേഷൻ, അത് പിന്നെ ക്യാമറ കണക്ഷൻ, ഈ വയർ കാണുന്നത് ക്യാമറ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ലൈനാണ്. ഇത് ഹെഡ് യൂണിറ്റ് ത്രൂ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ലൈനുകളാണ്. പിന്നെ അതുപോലെ ലൈൻ കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ ഓഡിയോ സിസ്റ്റം കമ്മ്യൂണിക്കേഷൻ, എല്ലാത്തിൻ്റെ ലൈനുകളും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ മെയിൻ മൊഡ്യൂൾ എന്ന് പറയുന്നത്, IMI 1000 എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂൾ. ഇതിലേക്കാണ് ഇതിൻ്റെ എല്ലാ ഇൻ്റർഫേസ് ലൈനുകളും, പിന്നെ അതുപോലെ ലാൻഡ് ലൈനുകൾ, ക്യാമറ ലെൻസ് എല്ലാതും കണക്ട് ചെയ്യുന്നത്. ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ആൻറ്റിനകളും ഇതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ മൊഡ്യൂളിൽ നമുക്ക് IHൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഫിക്സ് ചെയ്യണം. ഇതിൻ്റെ ആംപ്ലിഫയർ എല്ലാം മൊത്തമായിട്ട് ബാക്കിലേക്ക് എടുത്തിട്ട് വേണം ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിമുകളെല്ലാം സൂക്ഷിച്ച് നോർമലി റിമൂവ് ചെയ്യുന്ന പോലെ തന്നെ റിമൂവ് ചെയ്യണം. അത് അതിൻ്റേതായ പ്രോപ്പർ ടൂളുകൾ ഉപയോഗിച്ചിട്ട് തന്നെ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഡാമേജ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് അഴിക്കണം. പിന്നെ അതുപോലെ തന്നെ AC കൺട്രോളിങ് യൂണിറ്റും അഴിക്കേണ്ടതാണ്. അതിനുശേഷം ഈ വയറിങ്ങും എല്ലാം പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യും. AC യൂണിറ്റൊക്കെ അഴിച്ചു. ഈ ഹെഡ് യൂണിറ്റ് അഴിക്കണം. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇതിൻ്റെ കണക്ഷനും കമ്മ്യൂണിക്കേഷൻ കണക്ഷൻ എല്ലാം വരുന്നത്. ഇത് അഴിച്ചിട്ട് വേണം ആ മൊഡ്യൂൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അഴിക്കുന്നതിന് മുമ്പ് ഇതൊരു ക്ലോത്ത് ഇടാം, ഇതിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നോർമലി എല്ലാവരും ഇതിൽ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് ഇൻസ്റ്റാൾ ചെയ്യാറ്. ആൻഡ്രോയിഡ് സിസ്റ്റം
ഹെഡ് യൂണിറ്റ് ഇതെല്ലാം റീപ്ലേസ് ചെയ്യും. എന്നിട്ട് ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഡിസ്പ്ലേ ഇൻസ്റ്റാൾ ചെയ്യുക ചെയ്യും. അത് ചെയ്യാൻ ഇത്ര കോസ്റ്റ് വരില്ല. പക്ഷെ ഇത് സ്റ്റോക്ക് കണ്ടീഷനിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് ഇത്ര കോസ്റ്റ് കൂടുതൽ വരിക. ഇതിൻ്റെ വർക്കിംഗ് എല്ലാം സെയിം ആയിരിക്കും, വേറെ വ്യത്യാസമൊന്നും വരില്ല. സ്വിച്ചുകളെല്ലാം സ്റ്റിയറിംഗ് കൺട്രോളെല്ലാം സെയിം ആയിരിക്കും. ഇതിൽ അഡീഷണലായിട്ട് ഇപ്പോൾ ബ്ലൂടൂത്തും അതുകൂടാതെ വൈഫൈ കണക്ട് ചെയ്യാം, മൊബൈൽ ഡാറ്റ കണക്ട് ചെയ്യാം. ഫുൾ ആൻഡ്രോയിഡ് സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്യും. മിറർ ലിങ്കിങ്, വയേർഡ് മിറർ ലിങ്കാണ് നോർമലി വരുന്നത്. ഇതിൽ വയർലെസ് ആണ്. വയർലെസ് ആയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും നമുക്ക് യൂസ് ചെയ്യാം. അത്രയും അഡ്വാൻസ് ആയിട്ടുള്ളൊരു യൂണിറ്റാണ്. വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഹെഡ് യൂണിറ്റ് കണക്ട് ചെയ്യാനുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും ചെയ്യണം. ഇതാണ് നമ്മുടെ യൂണിറ്റ്. ഇതിൽ ഈ ഒപ്റ്റിക് ഫൈബർ ഇതിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യേണ്ടി വരും. ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ആ മൊഡ്യൂളിൽ അതിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാനുള്ള യൂണിറ്റാണ്. ഇത് ഡിസ്പ്ലേ ഇൻ്റർഫേസിൻ്റെ ഒരു കണക്ടറാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ജമ്പ് ചെയ്ത് കൊടുക്കണം. ഇത് ജമ്പ് ചെയ്ത് കൊടുക്കാനുള്ള കേബിളാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരാം. അതിൻ്റെ അകത്ത് ഓക്സ് കണക്ട് ചെയ്യുക. ഓക്സ് കണക്ട് ചെയ്തിട്ട് ഓക്സ് കണക്റ്റേഷൻ ചെയ്യാം. അതിന് ശേഷം ഈ കോൾ കട്ട് ചെയ്യുന്ന ബട്ടൺ ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യും. അപ്പോൾ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഓപ്ഷൻസ് വരും. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ സെലക്ട് ചെയ്യാം. അപ്പോൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. നമ്മൾ ഫോൺ എടുത്തിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. സ്റ്റാർട്ടിങ് ആൻഡ്രോയിഡ് ഓട്ടോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വരുന്നുണ്ട് ഡിസ്പ്ലേയിൽ. ഓക്കെ, ആൻഡ്രോയിഡ് ഓട്ടോ കണക്റ്റ് ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഇനി നോർമൽ ആൻഡ്രോയിഡ് പോലെ തന്നെ വയേർഡിൻ്റെ അല്ല, വയർലെസ് ആണ് യൂസ് ചെയ്യാം. സ്പോട്ടിഫൈ ഉണ്ട്, പിന്നെ അതുപോലെ ഒരു നല്ല ഓപ്ഷൻസ് ഉണ്ട്. വാട്സാപ്പ്, യൂട്യൂബ് മ്യൂസിക്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ മാപ്പ് ചെയ്യാം, പിന്നെ വോയിസ് കമാൻഡ് ചെയ്യാം. എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇത് കുറച്ച് കോസ്റ്റ് കൂടുതലാണ്, ബട്ട് നല്ല യൂസ്ഫുള്ളാണ്. ഹെഡ് യൂണിറ്റിൽ തന്നെ നമുക്കിതെല്ലാം യൂസ് ചെയ്യാൻ സാധിക്കും. വേറെ ഡിസ്പ്ലേയോ വേറെ യൂണിറ്റോ ഒന്നും വെക്കേണ്ട കാര്യമില്ല. ഇതിലേക്ക് സൗണ്ട് ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇനി ഇതെല്ലാം റീഫിക്സ് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് വെഹിക്കിൾ ഡെലിവറി.
പിന്നെ ഈ സെറ്റിങ്സിൽ ഇൻസ്റ്റാളേഷനും അതുപോലെ തന്നെ ഓക്സ് മാച്ചിങ് പിന്നെ അതുപോലെ കണക്ടിവിറ്റി ക്യാമറ സെറ്റിങ്സ് ഒക്കെ കുറച്ച് സമയം എടുക്കും. ഇതിപ്പോൾ അതൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇത് ഫിക്സ് ചെയ്യുന്ന രീതിയും പിന്നെ അത് ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള ഇൻ്റർഫേസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. കുറച്ച് ടൈം എടുക്കുന്ന വർക്കാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം.